അങ്ങനെ ഇപ്പൊ നീ സുഖിക്കണ്ട എന്ന് മനസ്സിൽ മൊയിഞ്ഞ് ദക്ഷ അവൾക്കായുള്ള ചെയറിൽ പോയിരുന്നു. കുറച്ചുനേരം അവളെ നോക്കിയിരുന്നിട്ടും ദക്ഷ വന്നതൊന്നും അറിയാതെ മാഗസിനിൽ കളഞ്ഞു പോയതെന്തോ തിരയുന്ന പോലെയാണ് അൻവി. അൻവി! ദേഷ്യത്തിൽ ടേബിളിൽ ആഞ്ഞടിച്ചുള്ള വിളിയിൽ അൻവി മാത്രമല്ല, എന്തോ ഫയലുമായി ഉള്ളിലേക്ക് വന്ന മഹിയും ഞെട്ടി. കയ്യിലുള്ള ഫയൽ ഒന്നില്ലാതെ അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പല്ലുകടിച്ച് കലിപ്പിൽ ദക്ഷയെ നോക്കിയപ്പോൾ ഇടം കണ്ണിട്ട് മഹിയെ ഒന്ന് നോക്കി ചെറുതായി ഒന്ന് പല്ലിടിച്ച് അൻവിക്ക് നേരെ തിരിഞ്ഞു. എന്താ? ഒട്ടും പേടിയില്ലാത്തവളെ പോലെ മുന്നിൽ വന്ന് ജാടയിൽ ചോദിക്കുന്നവളെ കണ്ട് ദക്ഷയ്ക്ക് കലിയിളകി. ഇവൾ എന്നെക്കൊണ്ട് നാഗവല്ലി കളിപ്പിക്കും എന്ന് മനസ്സിൽ വിചാരിച്ച് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. മഹിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. മഹിയോട് ചോദിച്ച് എനിക്ക് വേണ്ട ഫയലെല്ലാം വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ ടേബിളിൻ്റെ മുകളിൽ കാണണം. ഷെൽഫിൽ നിന്ന് ഒരു ബുക്കെടുത്ത് അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു നിർത്തി. തന്നോട് ആജ്ഞാപിക്കുന്ന ദക്ഷയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അവൾക്ക്. എന്നിരുന്നാലും ഭദ്രയുടെ മനസ്സിൽ ഒരിടം പിടിക്കണം എന്ന അതിമോഹം അവളെ മറുത്തൊരു വാക്ക് മിണ്ടാൻ അനുവദിച്ചില്ല. അവൾ പറഞ്ഞ ഫയലിവിടെ. ക്യാബിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന മഹിയോടായി ചോദിച്ചു. എക്സ്ക്യൂസ് മീ. മനസ്സിലാവാത്തത് പോലുള്ള നിൽപ്പ് അവൾക്ക് കോപത്തിന്റെ ആക്കം കൂട്ടി. മനസ്സിലാവാത്തതാണോ അതോ അഭിനയിക്കുന്നതോ? ദക്ഷ തന്നോട് ഏൽപ്പിച്ച ഫയൽ എവിടെയെന്ന്. ഓ, ആ ഫയലാണോ? ഞാൻ കുറച്ചു മുന്നേ ഇങ്ങോട്ട് കൊണ്ടിറങ്ങിയതാ. പക്ഷേ എന്തു ചെയ്യാൻ, കയ്യിലുള്ള കോഫിയൊക്കെ അതിൽ വീണ് പകുതിയും നാശമായി. ബാക്കിയാ കൊണ്ടുവന്നേ. അപ്പോ മാഡത്തിന്റെ കലിപ്പിലുള്ള വിളിയും ബാക്കിയും തറയിൽ വീണു ഡാമേജായി. ഇതൊന്നു പോയി ദക്ഷ മാഡത്തിനോട് അറിയിക്കണേ. കളിയാക്കും പോലെയും വിഷമം അഭിനയിക്കുന്ന പോലെയോ ഒക്കെ പറഞ്ഞു തിരിഞ്ഞു നടന്ന മഹിയെ കണ്ട് അൻവി കണ്ണു തള്ളി നിന്നു. ഇതിനിപ്പോ ഞാൻ എന്തു ചെയ്യണം? ഇതെങ്ങനെയാ ആ രാക്ഷസിയോട് പറയുന്നേ? ആൻവി ആലോചനയിലാണ്ടു. മാഡം. ഉള്ളിലെ അമർഷം പുറത്ത് കാണിക്കാതെ ആൻവി വിളിച്ചു. എന്താ? അവൻ ആ ഫയൽ നശിപ്പിച്ചു. പകുതിയിൽ കോഫി വീണു, ബാക്കി പകുതി തറയിൽ വീണു ഡാമേജായെന്നാ പറയുന്നേ. സോ? ആൻവി പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുന്നേ ദക്ഷ ചോദിച്ചു. ആൻവി ഒന്നും മിണ്ടിയില്ല. അതിന് ഞാനെന്തു വേണം? ആൻവിയോടാണ് ഞാൻ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞത്. സോ അതിനെന്തു പറ്റി, എങ്ങനെ പറ്റി എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന പ്രോബ്ലം അല്ല. എല്ലാ ഫയലും എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ബട്ട് മാഡം, നോ മോർ എക്സ്ക്യൂസ്. മഹിയുടെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. വേഗം അതെല്ലാം റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് വാ. ദക്ഷ പറഞ്ഞവസാനിപ്പിച്ചു. അവളുടെ നിർത്തിവെച്ച വായന തുടർന്നു. ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത തന്നോട് ഒറ്റ ദിവസം കൊണ്ട് അത്രയും ഫയൽ കൊണ്ടുതരാൻ പറഞ്ഞതോർത്ത് അവൾക്ക് ദേഷ്യം വന്നു. സ്വയം സംയമനം പാലിച്ച് അവൾ പുറത്തേക്ക് നടന്നു. ആൻവി പോയി എനിക്കൊരു ജ്യൂസ് കൊണ്ടുവാ. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ വിളിച്ചു പറഞ്ഞത് കേട്ട് അവൾ ക്യാബിൻ ഡോറ് വലിച്ചടച്ചു. തനിക്ക് മനഃപൂർവ്വം ഓരോ പണി തരുന്നതാണെന്ന് അവൾക്ക് സംശയം തോന്നിച്ചു. അതുവരെ പിടിച്ചുവെച്ച ശ്വാസം ആഞ്ഞു വലിച്ചുവിട്ട് ദക്ഷ ഒന്ന് റിലാക്സായി. ആൻവിക്കുള്ള പണി തുടങ്ങി. അടുത്തത് ശിവയെ കാണണം. ഇന്ന് തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കണം. അതിനുള്ള വഴികൾ ആലോചിച്ച് ദക്ഷയിരുന്നു. അല്ലി, എന്താ നിന്റെ അഭിപ്രായം? ദേ പെണ്ണെ, നിന്റെ ഈ ഫോർമാലിറ്റി കാണുമ്പോഴാ ഒന്നങ്ങോട്ട് തരാൻ തോന്നുന്നേ. വന്ന അന്ന് മുതൽ പറയുന്നതാ ഈ അപ്പാർട്ട്മെന്റ് നിന്റെ കൂടിയാ. സോ ഇവിടെ നിനക്കും ഇഷ്ടമുള്ളവരെ കൊണ്ടുവരാം. സംജാ? താങ്ക് യു ഡി. ലവ് യു. സന്തോഷം കൊണ്ട് അല്ലിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു ശിവ. നാളെ മുതൽ റനയെയും അവരുടെ കൂടെ ഇവിടെ കൊണ്ടുവരണമെന്ന അവളുടെ പ്ലാൻ. മതി മതി. പിന്നെ വരുന്നത് റനയായതുകൊണ്ട് എന്നോടെങ്ങാനും നിന്റെ അടുപ്പം കുറഞ്ഞാലുണ്ടല്ലോ കൊല്ലും ഞാൻ. എന്റെ കൃഷ്ണ, ഇങ്ങനൊരു കുശുമ്പി. നിങ്ങൾ രണ്ടും എനിക്ക് ഒരുപോലെയാ. പോരെ? അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം. പിന്നെ നീ ഇറങ്ങുന്നില്ലേ? ഇന്ന് വരുമ്പോ അവളും കാണുമല്ലോ. അപ്പോ നിങ്ങൾക്ക് സ്പെഷ്യലായി എന്തേലും ഉണ്ടാക്കി വെക്കാം ഞാൻ. അല്ലി പറഞ്ഞപ്പോ ശിവയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. അല്ലിയുടെ നൂഡിൽസും ഡെയിലി ഉണ്ടാക്കി പരാജയപ്പെടുന്ന വിഭവങ്ങളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾക്ക് വെളുക്കനെ ഒരു ചിരി ചിരിച്ചു കൊടുത്തു. ദൈവത്തെ ഓർത്ത് നീ അത് മാത്രം ചെയ്യരുത്. വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കാം ഫുഡ്. വയറിന് അസുഖം പിടിച്ചു കിടക്കാൻ എനിക്ക് അവൾക്കും തീരെ താല്പര്യമില്ല. അതുകൊണ്ടാ. നീയൊക്കെ അംഗീകരിക്കുന്ന ദിവസം വരും. ഇപ്പൊ പൊന്നുമോൾ ഇറങ്ങാൻ നോക്ക്. പുച്ഛിച്ച് മുഖം തിരിച്ചു നിൽക്കുന്ന അവൾക്ക് ഒന്നുകൂടി ഒരു ഉമ്മയും കൊടുത്ത് ശിവ ഇറങ്ങി. പോകുന്നവരെ നോക്കി നിന്ന് അല്ലി അവളുടെ ജോലിക്കായി ഇറങ്ങി. എന്താണ് മോളെ, കോഴി മുട്ടയിടാൻ കറങ്ങുന്ന പോലെ നിന്ന് തിരിയണേ? ഉള്ളിലേക്ക് കയറുന്നില്ലേ? ക്യാബിന്റെ ഫ്രണ്ടിൽ നിന്ന് കയറണോ വേണ്ടേ എന്ന് ചിന്തിച്ചു നിന്ന ശിവയോട് ഹാനി ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. പിന്നെ അവനാണെന്ന് കണ്ട് ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ? എന്താ ഇപ്പൊ പറയാ? കയറാൻ മടിയാണെന്നോ? ഷോ, അങ്ങനെ പറഞ്ഞ കാര്യം കേൾക്കില്ലേ? അയ്യേ. ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന കണ്ട് ഹാനിയൊന്ന് അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചു. എന്താ? അതല്ലേ ഞാനും ചോദിച്ചേ, എന്തിനാ ഇവിടെ നിന്ന് കറങ്ങുന്നതെന്ന്. അല്ല, ചുമ്മാ ഞാൻ
എങ്ങനെയോ പറഞ്ഞൊപ്പിക്കാൻ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഡോർ തുറന്ന് അച്ചു പുറത്തേക്ക് വന്നത്. അച്ചുവിനെ കണ്ടതും ശിവ ഒന്ന് പകച്ചു. അവന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഇത്രയും നേരായിട്ടും അവളെ കാണാത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ അവനും ഡാ അച്ചു, കയ്യിപ്പോ എങ്ങനെയുണ്ട്? കുറഞ്ഞോ? അതോ? ഹാനി എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചു ശിവയെ കണ്ടതുകൊണ്ടുള്ള പതർച്ചയിൽ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവരെ അവിടെ വിട്ടവൻ പോയി. ശിവ പെട്ടെന്ന് തന്നെ ക്യാബിനിലേക്ക് കയറി. പിറകെ തന്നെ അച്ചുവും. ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ശിവക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അച്ചുവിന്റെ കൈ മുറിഞ്ഞതിനെപ്പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അതിന് പറ്റിയിരുന്നില്ല. ഐശുവിന്റെ കാര്യമോർത്ത് കുറച്ചുനേരം അച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം അവൻ കണ്ണൊരൽപ്പം പോലും മാറ്റാതെ ശിവയെ തന്നെ നോക്കുന്നുണ്ട്. അച്ചു നോക്കിയപ്പോൾ ഇടയ്ക്കിടെ തന്റെ മുഖത്ത് നോക്കുന്ന ശിവയാണ് കണ്ടത്. കാര്യമറിയാൻ അവൻ അവളെ തന്നെ നോക്കി. താടിക്ക് കൈയും കൊടുത്ത് തന്നെ നോക്കുന്ന അച്ചുവിനെ ശിവ തുറച്ചു നോക്കി. ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അച്ചു അവളുടെ അടുത്തോട്ട് നടന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായിട്ട് തോന്നി അവൾക്ക്. ഇന്നലത്തെ കാര്യവുമൊക്കെ മൈൻഡിൽ വന്നുകൊണ്ടേയിരുന്നു. അടുത്തെത്തി അവളുടെ മുന്നിലുള്ള സിസ്റ്റത്തിൽ എന്തോ തിരയാനെന്നോണം അവളുടെ മുഖത്തിന്റെ ഒപ്പം അവന്റെ മുഖവും കുനിച്ചു. പഴയതിനേക്കാൾ മൂന്നിരട്ടി അവളുടെ ഹൃദയം മിടിക്കുന്ന സൗണ്ട് അവൾക്ക് കാതിൽ കേൾക്കുന്ന പോലെ തോന്നി. വിയർപ്പ് പൊടിഞ്ഞ് ചെന്നിയിലൂടെയും കഴുത്തിലൂടെയും ഒഴുകുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. ലാവണ്ടറിന്റെ മണവും അവന്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഗന്ധവും അവളുടെ മൂക്കിൽ തുളച്ചു കയറുന്ന പോലെ. തന്റെ ടോപ്പിൽ കൈ മുറുക്കി പിടിച്ചിരുന്നു അവൾ. അച്ചുവിനും ശിവയുടെ സാമീപ്യം അവനെ മറ്റൊരു ലോകത്തെത്തിക്കും പോലെ തോന്നി. എന്തിനു വേണ്ടി താനിപ്പോ ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നതാവും ശരി. അവളോട് എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ശിവ അവനെ തട്ടിമാറ്റി ചെയറിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഇന്നലെ മുറിഞ്ഞ കൈ വീണ്ടും ടേബിളിൽ തട്ടിയതും അവിടെ നിന്നും ചോര പൊടിഞ്ഞു. ഇപ്രാവശ്യം അവന്റെ വിളി വരുന്നതിന് മുന്നേ ശിവ ഓടിയെടുത്തിരുന്നു. സോറി സർ, ഞാൻ അറിയാതെ. ശിവ. കാറ്റുപോലുള്ള അവന്റെ വിളിയിൽ അവളൊന്ന് പൊളിഞ്ഞുകൊണ്ട് തല ഉയർത്തി. എനിക്ക് എനിക്ക് തന്നോടൊരു കാര്യം. ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വരാം. അത്രയും പറഞ്ഞവൾ പുറത്തിറങ്ങി. റന പറഞ്ഞതൊക്കെ സത്യമാവുമോ അതാവോ ഇപ്പോൾ പറയാനുള്ളത്? പലവിധ ചിന്തകൾ മനസ്സിൽ കുമിഞ്ഞു. ഇനിയും മുന്നിൽ പോകാൻ വയ്യെന്നുള്ളത് കൊണ്ട് ഹാനിയോട് കാര്യം പറഞ്ഞ് അവൾ റനയുടെ അടുത്തേക്ക് പോയി. ബദ്രി, നമ്മൾ എന്നാ ആ സൈറ്റ് കാണാൻ പോകുന്നേ? തനിക്ക് ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ. ഓക്കെ. ആ പിന്നെ ബദ്രി, പ്രോജക്റ്റിന് മുന്നേ 1-2 ഫോട്ടോ എഡിറ്റ് ചെയ്യണം. ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ബട്ട് എനിക്കതിൽ നാളെ ടാലന്റ് ഉള്ള ഒരാൾ വേണം. ബദ്രിക്ക് അങ്ങനെ ആരെയും അറിയോ? എനിക്കറിയാം മാഡം. ബദ്രിയോടായി ദക്ഷ ചോദിച്ചതും പെട്ടെന്ന് തന്നെ മഹിയാണ് മറുപടി കൊടുത്തത്. അത്രയും നേരം ദക്ഷ കൊടുത്ത വർക്കിൽ തലപുകഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന ആൻവി പെട്ടെന്ന് തല ഉയർത്തി. ആഹാ, ആരാ? ദക്ഷ ഒരു ചിരിയോടെ അവനോട് ചോദിച്ചു. ആൻവിയ. ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ അവൾ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ അല്ലേ സർ? ആദ്യം ദക്ഷയോടും പിന്നെ ബദ്രിയോടുമായി മഹി പറഞ്ഞതും ബദ്രി ഒരു സംശയത്തോടെ അവരെ നോക്കി. ഞെട്ടി പണ്ടാരടങ്ങി കണ്ണിപ്പ് പുറത്തു ചാടും എന്ന നിലയിൽ ആൻവി മേച്ചു നോക്കി. അതിനൊപ്പം മഹിയെ കൊല്ലാനുള്ള ദേഷ്യവും. ഈസി? ദക്ഷ അതും ചോദിച്ചു നോക്കിയത് ബദ്രയാണ്. അപ്പോഴും അവന്റെ മുഖത്ത് കാണുന്ന സംശയഭാവത്തിൽ നിന്ന് തന്നെ അവനിതുവരെയും ആൻവിയുടെ മേൽ സംശയം തോന്നിയില്ല എന്നവൾ ഉറപ്പിച്ചു. ഓ, അപ്പോ അങ്ങനെ ആവട്ടെ. ഫയലൊക്കെ എത്രയും വേഗം എൻ്റെ ടേബിളിൽ ഉണ്ടാവണം. ദെൻ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആൻവിയോട് അതും പറഞ്ഞ് ദക്ഷ ഒന്ന് കൊട്ടിച്ചിരിച്ചു. വരട്ടെ, സമയം പോലെ നിന്റെ കള്ളക്കളികൾ പൊളിച്ച് കയ്യിൽ തരുന്നുണ്ട്. ആൻവിയെ നോക്കി ഒന്ന് നിശ്വസിച്ചു ദക്ഷ. ക്യാബിന് പുറത്തിറങ്ങി ബദ്രയെ സത്യങ്ങൾ അറിയിക്കാനുള്ള വഴിയും അതിനിടയ്ക്ക് അവൾ ആലോചിച്ചു. തന്റെ സീറ്റിലിരുന്ന് കുറെ നേരമായി റനയുടെ വശത്തേക്ക് ലുക്കുവിടുന്നുണ്ട് ഹാനി. പക്ഷെ അബദ്ധത്തിൽ പോലും റനയുടെ ഒരു നോട്ടം പോലും അവനിൽ വന്ന് പതിക്കുന്നില്ല എന്നത് മനസ്സിലെന്തോ ഭാരം പോലെ തോന്നിയവന്. കുറെ നേരമൊക്കെ അവൾ നോക്കും എന്ന് വിചാരിച്ചെങ്കിലും നോക്കുന്നില്ല എന്ന് കണ്ട് ഹാനി അവൾക്ക് മുന്നിലായി പോയി കയ്യും കെട്ടി നിന്നു. തന്റെ മുന്നിൽ ഹാനിയുടെ സാമീപ്യം അറിഞ്ഞതിലും എന്തുകൊണ്ടോ അവൾ തല ഉയർത്തി നോക്കാനായില്ല. ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് തുടരുന്നവനെ കുറെ നേരം കഴിഞ്ഞ് റെന ഒന്ന് പാളി നോക്കി. എന്താ? എന്ത്? അവന്റെ നിൽപ്പ് ബുദ്ധിമുട്ടായി തോന്നി. എണീക്കാൻ നിൽക്കെ ഹാനി അവളെ കയ്യിൽ പിടിച്ച് ടേബിളിനോട് ചേർത്ത് അവനും അവളിൽ അമരുന്ന പോലെ ചേർന്ന് നിന്നു. ഭാവമാറ്റമില്ലാതെ ചോദിക്കുന്നവന് മുന്നിൽ റെനയുടെ ശബ്ദം പതറി. എന്താ ഉദ്ദേശം? അവന്റെ കണ്ണിൽ നോക്കാനാവാതെ റെന കണ്ണു വെട്ടിച്ചു. സർ, എനിക്ക് പോണം. സാറോ? കേട്ടത് വിശ്വസിക്കാനാകാതെ ഹാനി നിന്നു. പണികൊള്ളാം, ഇതേറ്റു. അവന്റെ എക്സ്പ്രഷൻ അറിയാൻ ഒന്ന് ഇടംകണ്ണിട്ട് നോക്കി റെന മനസ്സിൽ മൊയിഞ്ഞു. ഹാനി തന്നെ ഇഷ്ടം പറഞ്ഞ് പുറകെ നടക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി റെനക്ക്. അതിനു വേണ്ടിയാ ഇപ്പോ ഈ കളി. റെനയുടെ എക്സ്പ്രഷനിലൂടെ ഹാനിക്കും അവളുടെ മനസ്സിലുള്ള പ്ലാൻ മനസ്സിലായിരുന്നു. അവനും ഒന്ന് ഊറിച്ചിരിച്ചു. പതിയെ തന്റെ മേലിലുള്ള അവന്റെ കൈ അയയുന്നത് അറിഞ്ഞ് റെന അവനെ നോക്കി. സർ, അതെന്തായാലും കൊള്ളാം. അപ്പോ റെന ഇനി അതന്നെ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ? നീ എന്താ ഹാനിക്ക എന്ന് വിളിക്കാതെ എന്ന ചോദ്യം പ്രതീക്ഷിച്ചു നിന്ന. ഹാനിയിൽ നിന്ന് ഇങ്ങനെയൊന്നും അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല.
വായും പൊളിച്ച് അവനെ നോക്കി. പിന്നീട് ദേഷ്യത്തിൽ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി. പുട്ടി റനയുടെ കളികൾ ആലോചിച്ച് അവന്റെ അതരമൊഴിഞ്ഞു. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മനസ്സിൽ എത്രയൊക്കെ വിഷമം വെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഓരോന്ന് ചെയ്യുന്നവളെ അവന് കൂടുതൽ ഇഷ്ടാവുന്ന പോലെ. മനസ്സിലൊരിടം അവൾക്കായി സ്ഥാനം പിടിച്ചതുപോലെ. ശിവ, അത് ശരിയാവില്ല. നീ നീ പൊക്കോ. ദേറന, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് വന്ന് കയറിക്കോ. അല്ല, എന്റെ സാധനങ്ങളൊന്നും എടുത്തില്ല. അതൊക്കെ എടുത്തിട്ട് ഞാൻ വന്നോളാം. കുറച്ചു നേരം ആലോചിച്ചത് പറഞ്ഞതും ശിവക്ക് കാര്യം മനസ്സിലായി. റന മോളെ, നിന്റെ വിളച്ചിലൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഹാനി ചേട്ടായിയോട് പറഞ്ഞ സാധനങ്ങൾ ഞാൻ മുന്നേ മാറ്റിയിരുന്നു. തിണ്ടി. അടുത്ത വഴി ആലോചിക്കുന്നതിന് മുന്നേ ശിവ അവളെ വണ്ടിയിൽ കയറ്റി ഗേറ്റ് കടന്ന് വണ്ടി മുന്നോട്ടെടുത്തതും കുറുകെ മറ്റൊരു വണ്ടി വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. ബാലൻസ് കിട്ടാതെ രണ്ട് വണ്ടിയോടെ നടുറോഡിൽ വീണു ദക്ഷ. പിന്തിരിഞ്ഞു നോക്കിയതും തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഭദ്രയാണ് കണ്ടത്. ഓരോ ദിവസം കഴിയുന്തോറും ഭദ്രയുടെ ഭംഗി കൂടുന്നത് പോലെ. ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള അവന്റെ മുഖത്തിപ്പോ അതിന്റെ നേരിയ കണം പോലുമില്ല. കണ്ണിലാ തിളക്കമില്ല. എങ്കിലും അവന്റെ ഓരോ നോട്ടവും തന്നെ ഉലക്കുന്ന പോലെ. അവളുടെ കണ്ണ് അവന്റെ മുഖമാകെ ഓടി നടന്നു. എന്താടോ ഇവിടെ നിൽക്കണേ? പോകാൻ പ്ലാനൊന്നുമില്ലേ? ഭദ്രയുടെ ചോദ്യമാണ് അവളെ സ്വപ്നലോകത്ത് നിന്ന് ഉണർത്തിയത്. അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ പാർക്കിങ്ങിൽ പഞ്ചറായി കിടക്കുന്ന കാറിനെ കാണിച്ചു. അതെങ്ങനാ? അറിയില്ല എന്ന രീതിയിൽ കൈമലർത്തി കാണിച്ച് അവളതേ പുഞ്ചിരി തുടർന്നു. ദക്ഷ, ആർ യു ഓക്കെ? എന്താ ബദ്രി, ഞാൻ ഓക്കെ ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നുന്നോ? തൻ്റെ നാവ് അവിടെ തന്നെ ഉണ്ടല്ലോ, ഭാഗ്യം. ഞാൻ കരുതി ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന്. കളിയാക്കിക്കൊണ്ടുള്ള ബദ്രിയുടെ സംസാരത്തിൽ അവളും ചുണ്ടും കണ്ണും ഒരുപോലെ കൂർത്തു. താൻ വാ. അതും പറഞ്ഞ് ബദ്രി മുന്നോട്ട് നടന്നു. ദക്ഷ എന്നോട് തന്നെയാണോ എന്നുള്ള ഭാവത്തിൽ അവന്റെ പിറകെ പോയി. എവിടേക്ക്? എൻ്റെ വീട്ടിലേക്ക്. എന്തിന്? ഉപ്പിലിടാൻ. ഒന്ന് വാടോ, തൻ്റെ അപ്പാർട്ട്മെന്റിൽ ഇറക്കിത്തരാം. എവിടെയാ താമസം? പല്ലുകടിച്ചുള്ള അവന്റെ സംസാരത്തിൽ ദക്ഷ ചിരിച്ചു പോയിരുന്നു. അവന്റെ ഒപ്പം കാറിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സ് ഒരുപാട് സന്തോഷിച്ചു. ഇതുപോലെ അവന്റെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലണം എന്നവൾ ആഗ്രഹിച്ചു. യാത്രയിലുടനീളം ദക്ഷ ബദ്രിയുമൊത്തുള്ള ജീവിതം സ്വപ്നം കാണുകയായിരുന്നു. ബദ്രിയുടെ ഒപ്പം കയറിപ്പോകുന്ന ദക്ഷയെ കണ്ട് ആൻവി മുഷ്ടി ചുരുട്ടി തറയിൽ ആഞ്ഞു ചവിട്ടി. അവൾക്ക് പണി കൊടുക്കാൻ കാറിനെ പഞ്ചറാക്കിയ നിമിഷത്തെ അവൾ പഴിച്ചു. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുന്ന ഗുലുമാൽ ഗുലുമാൽ. പാട്ടുപാടി മാനത്ത് നോക്കി പോകുന്ന മഹിയെ കണ്ട് ആൻവിക്ക് ദേഷ്യമിരട്ടിച്ചു. എനിക്ക് പണി തരാൻ ഇവനെന്താ ഇത്ര ആകാംക്ഷ എന്ന ചോദ്യം അവളിൽ വന്നു.